അഭിമാനത്തിന്റെ 4 ചക്രങ്ങൾ. നഗരത്തിലെ വലിയ വിദ്യാലയമാണ് സെന്റ് മേരീസ് സ്കൂൾ. രാവിലെ സ്കൂൾ ഗേറ്റിനു മുന്നിൽ വലിയ കാറുകൾ നിരയായി നിൽക്കുന്നു. ആ വലിയ കാറുകൾക്കിടയിലൂടെ മാധവൻ തന്റെ 4 ചക്രങ്ങളുള്ള പ്രത്യേക സ്കൂട്ടറിൽ മകൾ ലക്ഷ്മിയുമായി വന്നെത്തി. ലക്ഷ്മി പുഞ്ചിരിയോടെ സ്കൂട്ടറിൽ നിന്നിറങ്ങി. ലക്ഷ്മി ഇറങ്ങുന്നത് കണ്ട് ദൂരെ ഒരു വലിയ കാറിൽ നിന്നിറങ്ങിയ രാഹുൽ അവളെ നോക്കി ചിരിച്ചു. "നോക്കൂ, ആ പഴയ വണ്ടി വീണ്ടും വന്നിരിക്കുന്നു," അവൻ കൂട്ടുകാരോട് ഉറക്കെ പറഞ്ഞു. ലക്ഷ്മി തന്റെ ബാഗ് തോളിലിട്ട് പതുക്കെ നടന്നു. അവൾക്ക് ചുറ്റും വില കൂടിയ കാറുകൾ ചീറിപ്പാഞ്ഞു പോകുന്നുണ്ടായിരുന്നു. ഉച്ചസമയത്ത് കൂട്ടുകാരി സ്നേഹലക്ഷ്മിയുടെ അരികിലെത്തി. "ലക്ഷ്മി, നിന്റെ അച്ഛൻ എന്തിനാണ് എന്നും ആ വണ്ടിയിൽ വരുന്നത്? എല്ലാവരും നിന്നെ കളിയാക്കുന്നത് നീ കേൾക്കുന്നില്ലേ?" സ്നേഹ ചോദിച്ചു. ലക്ഷ്മി ഒന്നും മിണ്ടാതെ തന്റെ പുസ്തകത്തിലേക്ക് നോക്കിയിരുന്നു. വൈകുന്നേരം സ്കൂൾ വിട്ടപ്പോൾ രാഹുൽ വീണ്ടും ലക്ഷ്മിയെ തടഞ്ഞു നിർത്തി. "നിന്റെ അച്ഛൻ റോഡരികിൽ നിൽക്കുന്നത് കണ്ടു. ലോട്ടറി വിൽക്കുന്ന ആളാണോ നിന്റെ അച്ഛൻ?" രാഹുൽ പരിഹാസത്തോടെ ചോദിച്ചു. കൂടെയുണ്ടായിരുന്ന കുട്ടികൾ അത് കേട്ട് ചിരിക്കാൻ തുടങ്ങി. സ്കൂൾ ഗേറ്റിന് പുറത്ത് വെയിലത്ത് മാധവൻ തന്റെ സ്കൂട്ടറിൽ കാത്തിരിക്കുകയായിരുന്നു. അദ്ദേഹത്തിന്റെ കയ്യിൽ വിൽക്കാനുള്ള ലോട്ടറി ടിക്കറ്റുകളുടെ ഒരു വലിയ കെട്ടുണ്ടായിരുന്നു. വിയർപ്പൊഴുക്കി ജോലി ചെയ്യുമ്പോഴും മകളെ കാണുമ്പോൾ അദ്ദേഹത്തിന്റെ മുഖത്ത് വലിയൊരു പുഞ്ചിരി വിരിഞ്ഞു. ലക്ഷ്മി ഓടി വരുന്നത് കണ്ട് സ്നേഹയും രാഹുലും അവിടെ നിന്നു. "ഇതാണോ നിന്റെ വലിയ കാർ?" സ്നേഹ ചോദിച്ചു. ലക്ഷ്മി അച്ഛന്റെ അരികിലെത്തി അദ്ദേഹത്തിന്റെ വിയർപ്പ് തുടച്ചുകൊടുത്തു. എന്നിട്ട് അവൾ തന്റെ കൂട്ടുകാരെ നോക്കി. ലക്ഷ്മി രാഹുലിന്റെ നേരെ തിരിഞ്ഞ് ഉറച്ച സ്വരത്തിൽ പറഞ്ഞു, "അതെ, എന്റെ അച്ഛൻ ലോട്ടറി വിൽക്കുന്ന ആളാണ്. കാലുകൾക്ക് സ്വാധീനമില്ലെങ്കിലും അദ്ദേഹം ആരെയും ആശ്രയിക്കാതെ കഷ്ടപ്പെട്ട് എന്നെ പഠിപ്പിക്കുന്നു. നിങ്ങളുടെ കാറുകളേക്കാൾ വേഗതയും കരുത്തും ഈ 4 ചക്രങ്ങൾക്കുണ്ട്." ലക്ഷ്മി തുടർന്നു. "എനിക്ക് എന്റെ അച്ഛനെ ഓർത്ത് അഭിമാനമേയുള്ളൂ. വെയിലത്തും മഴയത്തും അദ്ദേഹം അധ്വാനിക്കുന്നത് എനിക്ക് വേണ്ടിയാണ്. ആ വിയർപ്പിന്റെ ഗന്ധമാണ് ലോകത്തിലെ ഏറ്റവും നല്ല സുഗന്ധം." അവൾ അച്ഛന്റെ തോളിൽ കൈവച്ചു. മാധവന്റെ കണ്ണുകൾ സന്തോഷം കൊണ്ട് നിറഞ്ഞു. ലക്ഷ്മിയുടെ വാക്കുകൾ കേട്ട് രാഹുലും സ്നേഹയും തല താഴ്ത്തി. സ്വന്തം അച്ഛന്റെ അധ്വാനത്തെ ഇത്രയധികം ബഹുമാനിക്കുന്ന ലക്ഷ്മിയെ കണ്ടപ്പോൾ അവർക്ക് തങ്ങളുടെ പ്രവൃത്തിയിൽ നാണക്കേട് തോന്നി. അവർ പതുക്കെ അവിടെ നിന്നും നടന്നു നീങ്ങി. മാധവൻ സ്കൂട്ടർ സ്റ്റാർട്ട് ചെയ്തു. ലക്ഷ്മി അച്ഛനെ മുറുകെ പിടിച്ച് പിന്നിലിരുന്നു. ആ 4 ചക്രങ്ങൾ അഭിമാനത്തോടെ നിരത്തിലൂടെ നീങ്ങി. നഗരത്തിലെ വലിയ കാറുകളേക്കാൾ ഉയരത്തിലായിരുന്നു അന്ന് ആ കൊച്ചു സ്കൂട്ടറിലെ അച്ഛനും മകളും.